നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വയനാട് അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ പരിശോധനയില്ല. പെർമിറ്റില്ലാതെ രാത്രികാലങ്ങളിൽ സർവീസ് നടത്തുന്ന ബസ്സുകളടക്കം വാഹനങ്ങളിൽ കഞ്ചാവും കുഴൽപ്പണവും കടത്തുന്നതായി പരാതി. വയനാട് ന്യൂസ് എക്സ്ക്ലൂസീവ്. ജില്ലയിൽ 10 ബിയർ വൈൻ പാർലറുകളും 13 കള്ളുഷാപ്പുകളും നാളെ മുതൽ പ്രവർത്തിക്കില്ല. വന്യമൃഗശല്യത്തിന് പരിഹാരമില്ല. വൈൽഡ് ലൈഫ് വാർഡൻ ഓഫീസിന് മുന്നിൽ പൂതാടി പഞ്ചായത്ത് അംഗം അനിശ്ചിതകാല സമരം തുടങ്ങി. ക്യാമറ ട്രാപ്പിലെ ചിത്രങ്ങൾ ഉദ്യോഗസ്ഥർ പരസ്യപ്പെടുത്തരുതെന്ന് നിർദ്ദേശം. ബത്തേരിയിൽ CI ഓഫീസിലേക്ക് BJP മാർച്ച്. CI അപമര്യാദയായി പെരുമാറിയെന്ന് ആക്ഷേപം. പൊതുമേഖലയിൽ ഒറ്റ അംഗീകൃത അറവുശാല പോലുമില്ലാത്ത വയനാട്ടിൽ ഇറച്ചിക്കടകളിൽ വിൽപ്പനയ്ക്കെത്തുന്നത് ടൺ കണക്കിന് മാട്ടിറച്ചി. മാംസവ്യാപാരം ജില്ലയിൽ നിയമങ്ങളും പരിശോധനകളും ബാധകമല്ലാതെ. വയനാട് ന്യൂസ് അന്വേഷണം. മൂടക്കൊല്ലി, കൂടല്ലൂർ പ്രദേശങ്ങളിൽ കുടിവെള്ളമില്ലാതെ 100ഓളം കുടുംബങ്ങൾ. പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം രണ്ടാം ഘട്ടം നാളെ. 66,932 കുട്ടികൾക്ക് തുള്ളിമരുന്ന് നൽകാൻ ഒരുക്കങ്ങളായി. വിശദമായ വാർത്തകളിലേക്ക്. വയനാട് അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ പരിശോധനയില്ല. വയനാട്ടിലേക്ക് കർണാടകയിൽ നിന്ന് രാത്രി എത്തുന്ന വാഹനങ്ങളിൽ പരിശോധന വഴിപാടിന് മാത്രം. പെർമിറ്റില്ലാതെ രാത്രികാലങ്ങളിൽ സർവീസ് നടത്തുന്ന ബസ്സുകളിലടക്കം കഞ്ചാവും കുഴൽപ്പണവും വയനാട് വഴി കടന്നുപോകുന്നു. ഇക്കഴിഞ്ഞ 28-ന് രാത്രി 11 മണി മുതൽ 29-ന് രാവിലെ വരെ തോൽപ്പെട്ടി വാണിജ്യ നികുതി ചെക്ക് പോസ്റ്റിൽ നിന്ന് അധികൃതർ അറിയാതെ പകർത്തിയതാണ് വയനാട് ന്യൂസ് മാനന്തവാടി ബ്യൂറോയ്ക്ക് വേണ്ടി ഇനി കാണുന്ന ദൃശ്യങ്ങൾ. ലക്ഷക്കണക്കിന് രൂപയുടെ നികുതി വെട്ടിപ്പാണ് ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ നടത്തുന്നത്. ബിജു കിഴക്കേടം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വയനാട് ജില്ലയിലേക്ക് കർണാടകയിൽ നിന്ന് രാത്രിയിൽ എത്തുന്ന വാഹനങ്ങളിൽ പരിശോധന പ്രഹസനമാണ്. തോൽപ്പെട്ടി വാണിജ്യ നികുതി എക്സൈസ് ചെക്ക് പോസ്റ്റുകളിൽ രാത്രിയിൽ എത്തുന്ന ചരക്ക് വാഹനങ്ങൾ, ബസ്സുകൾ, ചെറിയ വാഹനങ്ങൾ എന്നിവയാണ് പരിശോധന കൂടാതെ ചെക്ക് പോസ്റ്റ് കടന്നു പോകുന്നത്. ഇടയ്ക്ക് പേരിന് ഒരു ചെക്കിംഗ് മാത്രം. രാത്രിയിൽ കർണാടകയിൽ നിന്ന് കുരുമുളക്, കാപ്പി എന്നിവ ലോറികളിലും ബസ്സുകളിൽ റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ, തുണിത്തരങ്ങൾ, ഇലക്ട്രോണിക് സാധനങ്ങൾ, ഫോണുകൾ, ചാർജറുകൾ എന്നിവയുമാണ് വ്യാപകമായി എത്തുന്നത്. പാൻ പരാഗ്, കഞ്ചാവ്, പുകയില ഉൽപ്പന്നങ്ങൾ, കുഴൽപ്പണം എന്നിവയും കടത്തുന്നു. കേരള, കർണാടക സർക്കാർ ബസ്സുകൾ കൂടാതെ 25-ലധികം സ്വകാര്യ ബസ്സുകൾ രാത്രിയിൽ കോഴിക്കോട്, എറണാകുളം, കോട്ടയം എന്നിവിടങ്ങളിലേക്ക് ഇതുവഴി സർവീസ് നടത്തുന്നുണ്ട്. എല്ലാ ബസ്സുകളും ചെക്ക് പോസ്റ്റുകളിൽ കൈമടക്ക് കൊടുക്കുന്നത് പതിവാണ്. അതിർത്തിയിലെ 2 ചെക്ക് പോസ്റ്റുകൾ കൂടാതെ വനം, RTO ചെക്ക് പോസ്റ്റുകൾ വഴിയാണ് വാഹനങ്ങൾ കടന്നുപോകുന്നത്. രാത്രികാലങ്ങളിൽ സർവീസ് നടത്തുന്ന ബസ്സുകളിൽ പലതിനും പെർമിറ്റില്ല. സ്വകാര്യ ടൂറിസ്റ്റ് ബസ്സുകളിൽ നിന്ന് കുഴൽപ്പണം, മദ്യം എന്നിവ പിടികൂടിയാലും ബസ്സിലെ ജീവനക്കാർക്കെതിരെ കേസെടുക്കാറില്ല. സ്വകാര്യ ടൂറിസ്റ്റ് ബസ്സുകളിൽ വ്യാപകമായി കള്ളക്കടത്ത് നടക്കുന്നുണ്ട്. കർണാടകത്തിൽ നിന്ന് കുരുമുളക് ചെക്ക് പോസ്റ്റിലെത്തിയാൽ പൊള്ള്, പൊടി എന്ന് പറഞ്ഞ് നികുതി ഒഴിവാക്കി വിടും. കേരളത്തിൽ നിന്ന് ലോഡ് കണക്കിന് അടക്ക ചെക്ക് പോസ്റ്റ് വഴി കടന്നു പോകുന്നുണ്ട്. കഴിഞ്ഞ മാസം 28-ന് രാത്രി 11 മണി മുതൽ 29-ന് രാവിലെ വരെ തോൽപ്പെട്ടി വാണിജ്യ നികുതി ചെക്ക് പോസ്റ്റ്, എക്സൈസ് ചെക്ക് പോസ്റ്റ് വഴിയെ പോയ ഭൂരിഭാഗം വാഹനങ്ങളും പരിശോധന നടത്തിയിട്ടില്ല. രാത്രിയിലെത്തിയ വാണിജ്യ നികുതി വകുപ്പിന്റെ ജീപ്പ് ചെക്ക് പോസ്റ്റിലെത്തിയെങ്കിലും ഒരു പരിശോധന നടത്താതെ തിരിച്ചുപോയി. ബിജു കിഴക്കേടം, വയനാട് ന്യൂസ്, മാനന്തവാടി. വയനാട്ടിലെ 10 ബിയർ വൈൻ പാർലറുകളും 13 കള്ളുഷാപ്പുകളും നാളെ മുതൽ പ്രവർത്തിക്കില്ല. ദേശീയ സംസ്ഥാന പാതയോരങ്ങളിലെ മദ്യശാലകളും ബിയർ പാർലറുകളും അടച്ചുപൂട്ടണമെന്ന സുപ്രീം കോടതി ഉത്തരവിനെ തുടർന്നാണ് ബിയർ പാർലറുകളും കള്ളുഷാപ്പുകളും നാളെ മുതൽ അടയ്ക്കുന്നത്. കൂടുതൽ ബീവറേജ് ഔട്ട്ലെറ്റുകൾ തുറക്കാൻ അണിയറയിൽ നീക്കം സജീവം. ദേശീയ സംസ്ഥാന പാതയോരങ്ങളിലെ മദ്യശാലകളും ബീർ പാർലറുകളും അടച്ചുപൂട്ടണമെന്ന സുപ്രീം കോടതി ഉത്തരവിന്റെ ഭാഗമായി ജില്ലയിലെ 10 ബീർ വൈൻ പാർലറുകളും 13 കള്ളുഷാപ്പുകളും നാളെ മുതൽ അടച്ചുപൂട്ടും. ബീവറേജസിന്റെ 2 ഔട്ട്ലെറ്റുകൾ മാറ്റി സ്ഥാപിച്ചു. വൈത്തിരിയിലേത് കൽപ്പറ്റ പുഴമുടിയിലേക്കും പനമരത്തേത് സംസ്ഥാന പാതയിൽ നിന്ന് 1 കിലോമീറ്റർ ദൂരത്തേക്കുമാണ് മാറ്റിയത്. മാനന്തവാടി 2, മീനങ്ങാടി 2, ബത്തേരി 2, കൽപ്പറ്റയിൽ 4 ബീർ പാർലറുകളാണ് പൂട്ടിയത്. പുൽപ്പള്ളിയിലെ ഒരു ബിയർ പാർലറും വൈത്തിരിയിൽ ഒരു ബാറും 5 ബീവറേജ് ഔട്ട്ലെറ്റുകളും മാത്രമാണ് ഇനി ജില്ലയിൽ പ്രവർത്തിക്കുക. അതേസമയം ആദിവാസികൾ 1 വർഷത്തിലധികമായി സമരം ചെയ്യുന്ന മാനന്തവാടി ബീവറേജസ്
ഔട്ട്ലെറ്റ് സുപ്രീം കോടതി വിധിയുടെ പരിധിയിൽ വരാത്തതിനാൽ പൂട്ടുന്നവയുടെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല. സ്വകാര്യ ബീർ വൈൻ പാർലറുകളാണ് പൂട്ടിയത് മുഴുവനും. ദേശീയ സംസ്ഥാന പാതയോരങ്ങളിലെ 500 മീറ്റർ പരിധിയിൽ വരുന്ന ജില്ലയിലെ 13 കള്ളുഷാപ്പുകളും നാളെ മുതൽ പ്രവർത്തിക്കില്ല. പുതിയ സർക്കാരിന്റെ മദ്യനയത്തിൽ പ്രതീക്ഷയർപ്പിച്ച് മോടി പിടിപ്പിച്ച ബീർ പാർലറുകൾക്കാണ് സുപ്രീം കോടതി വിധി കനത്ത പ്രഹരമേൽപ്പിച്ചത്. അതേസമയം ബീർ പാർലറുകൾ പൂട്ടിയ സാഹചര്യത്തിൽ കൂടുതൽ ബീവറേജ് ഔട്ട്ലെറ്റുകൾ തുറക്കാനുള്ള നീക്കം അണിയറയിൽ സജീവമായതായാണ് സൂചന. ബിജു കഴക്കടം, വയനാട് ന്യൂസ്, മാനന്തവാടി. വന്യമൃഗശല്യം പരിഹരിക്കാത്ത വനംവകുപ്പിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് പഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ ബത്തേരിയിൽ വൈൽഡ് ലൈഫ് വാർഡന്റെ ഓഫീസിന് മുന്നിൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചു. പൂതാടി പഞ്ചായത്ത് 12ാം വാർഡ് മെമ്പർ ബൈജുവിന്റെ നേതൃത്വത്തിലാണ് നിരാഹാര സമരം. പൂതാടി പഞ്ചായത്തിലെ വാകേരി, മൂടക്കൊല്ലി, ചപ്പക്കൊല്ലി എന്നീ പ്രദേശങ്ങളിൽ നിരന്തരമായി ഉണ്ടാവുന്ന കാട്ടാനയടക്കമുള്ള വന്യമൃഗങ്ങളുടെ ശല്യം പരിഹരിക്കാത്ത സാഹചര്യത്തിലാണ് പഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിൽ വയനാട് വൈൽഡ് ലൈഫ് വാർഡന്റെ ഓഫീസിന് മുന്നിൽ നിരാഹാര സമരം ആരംഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 1.5 പതിറ്റാണ്ടായി പ്രദേശങ്ങളിൽ ഉണ്ടാവുന്ന വന്യമൃഗശല്യത്തിന് പരിഹാരം കാണാൻ വനംവകുപ്പിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇക്കാലയളവിനുള്ളിൽ വന്യമൃഗ ആക്രമണത്തിൽ നിരവധി മനുഷ്യജീവനുകൾ നഷ്ടമാവുകയും ചെയ്തു. അടുത്തിടെയായി അതിരൂക്ഷമായ വന്യമൃഗശല്യമാണ് പ്രദേശങ്ങളിൽ ഉണ്ടാവുന്നതും. പകൽ സമയങ്ങളിൽ പോലും ജനങ്ങൾക്ക് ജീവൻ പണയം വെച്ച് നടക്കേണ്ട അവസ്ഥയാണ്. ഈ സാഹചര്യത്തിൽ വാകേരി, മൂടക്കൊല്ലി, കക്കടം, പഴുപ്പത്തൂർ, കട്ടയാട്, സത്രംകുന്ന് വരെയുള്ള 10 കിലോമീറ്റർ ഭാഗത്ത് വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരമുണ്ടാവണമെന്നും ഇതിനായി വനാതിർത്തിയിൽ റെയിൽ ഫെൻസിംഗ് അടിയന്തരമായി സ്ഥാപിക്കണമെന്നുമാണ് ഇവരുടെ ആവശ്യം. അല്ലാത്തപക്ഷം നിരാഹാര സമരം അവസാനിപ്പിക്കില്ലെന്നും പഞ്ചായത്ത് അംഗം ബൈജു പറഞ്ഞു. ഡിപ്പാർട്ട്മെന്റ് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് റെയിൽവേ ഫെൻസ് അതുപോലുള്ള പ്രതിരോധ മാർഗങ്ങൾ ചെയ്യാമെന്ന് പറയുന്നതല്ലാതെ നാളിതുവരെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടികളോ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടില്ല. എന്തു തന്നെയായാലും ഈ ആന കൃഷിയിടത്തിലേക്ക് ഇറങ്ങി ഉണ്ടാക്കുന്ന ഈ നഷ്ടം അവസാനിപ്പിക്കുന്നതുവരെ, ഇതിലൊരു ശാശ്വത പരിഹാരം ഉണ്ടാകുന്നതുവരെ ജനങ്ങൾ ഈ പോസ്റ്റ് DF ഓഫീസിന് മുമ്പിൽ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ നിരാഹാര സമരത്തിന് പിന്തുണയുമായി ഇദ്ദേഹത്തിന്റെ കൂടെയുണ്ട്. വയനാട് ന്യൂസ്, ബത്തേരി. വനംവകുപ്പ് സ്ഥാപിച്ചിട്ടുള്ള ക്യാമറ ട്രാപ്പിൽ പതിയുന്ന ചിത്രങ്ങളും ഇത് സംബന്ധിച്ച വിവരങ്ങളും പരസ്യപ്പെടുത്തരുതെന്ന ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം. പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്ററും ചീഫ് വൈൽഡ് ലൈഫ് വാർഡനുമായ ജി ഹരികുമാറാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചത്. വനം സംരക്ഷണത്തിനും വകുപ്പുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ ശേഖരിക്കുന്നതിനുമായാണ് ഇത്തരം ഉപകരണങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഇതിൽ പതിയുന്ന ചിത്രങ്ങളും ഡാറ്റകളും സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്ന സാഹചര്യത്തിലാണ് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർമാർ, വൈൽഡ് ലൈഫ് വാർഡൻ, ക്യാമറ ട്രാപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥർ എന്നിവർക്ക് നിർദ്ദേശം ലഭിച്ചിരിക്കുന്നത്. ക്യാമറ ട്രാപ്പിൽ പതിയുന്ന മൃഗങ്ങളുടെയും അനധികൃതമായി വനത്തിൽ പ്രവേശിക്കുന്നവരുടെയും നായാട്ടുകാരുടെയും എല്ലാം വിവരങ്ങൾ ഉദ്യോഗസ്ഥർ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നത് പലവിധത്തിലും സുരക്ഷാ പ്രശ്നങ്ങൾക്കും ഇടയാക്കുന്നുണ്ടെന്ന കണ്ടെത്തലിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് നടപടി. ഇത്തരം ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുന്ന ഫോട്ടോകൾ, ഇത് സംബന്ധിച്ച ഡാറ്റ എന്നിവ സ്വന്തം കസ്റ്റഡിയിൽ സൂക്ഷിക്കുകയും ചെയ്യണമെന്നും ഉന്നത ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുമ്പോൾ മാത്രം നൽകിയാൽ മതിയെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സംശയത്തിന്റെ പേരിൽ കസ്റ്റഡിയിലെടുക്കുന്നവരുടെ ഫോട്ടോ പോലും പോലീസ് സേനയിലെ അംഗങ്ങൾ തന്നെ വാട്സപ്പിലൂടെയും മറ്റും നൽകി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന പ്രവണത കൂടി വരുന്ന സാഹചര്യത്തിൽ ആഭ്യന്തര വകുപ്പിലും ഉത്തരവ് നടപ്പിലാക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. വയനാട് ന്യൂസ്, മാനന്തവാടി. വള്ളുവാടി വടക്കനാട് കവലയിൽ വനംവകുപ്പ് സ്ഥാപിച്ച എലഫന്റ് മോണിറ്ററി സിസ്റ്റം പ്രവർത്തനരഹിതമായതിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ വള്ളുവാടി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ റീത്ത് വെച്ച് പ്രതിഷേധിച്ചു. പ്രതിഷേധം CPIM കുളത്തൂർക്കുന്ന് ബ്രാഞ്ച് സെക്രട്ടറി TP ജോസ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് സെക്രട്ടറി എൽദോസ് AS സ്വാഗതം പറഞ്ഞു. യൂണിറ്റ് പ്രസിഡന്റ് ആൽവിൻ അധ്യക്ഷനായിരുന്നു. മേഖലാ കമ്മിറ്റി അംഗങ്ങളായ എൽദോ വർഗീസ്, വിപിൻ പോൾ, എൽദോ ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. BJP യുവമോർച്ച നേതാക്കളോട് ബത്തേരി സർക്കിൾ ഇൻസ്പെക്ടർ അപമര്യാദയായി പെരുമാറിയെന്നാരോപിച്ച് BJP അമ്പലവയൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബത്തേരി CI ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പ്രതിഷേധ മാർച്ച് BJP ജില്ലാ പ്രസിഡന്റ് സജി ശങ്കർ ഉദ്ഘാടനം ചെയ്തു. BJP അമ്പലവയൽ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് K വേണു അധ്യക്ഷനായിരുന്നു. PM അരവിന്ദൻ, അഖിൽ പ്രേം തുടങ്ങിയവർ സംസാരിച്ചു. പ്രതിഷേധ മാർച്ച് സ്റ്റേഷന് മുന്നിൽ പോലീസ് തടഞ്ഞു. പ്രവർത്തകരോട് അപമര്യാദയായി പെരുമാറുന്നു, അത് നിർത്തലാക്കണം, അത് മോശമായ കീഴ്വഴക്കമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജില്ലയുടെ ആളെന്ന രീതിയിലുള്ള ആളുകളെ പോലും വിവരിച്ച് അവർ പോലും പോലീസിനെ ചില സമയത്ത് ഇവിടെ പോലീസ് അധികാരികൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഘടകവിരുദ്ധമായിട്ടുള്ള സമീപനമാണ് അമ്പലവയലിലുണ്ടായിട്ടുള്ള BJP പ്രവർത്തകർ. BJPയുടെ പ്രവർത്തകർ ഒരു വിഷയം, അവിടെ വലിയൊരു വിഷയം ഉണ്ടായിരിക്കുന്നു, ഒരു അനിഷ്ട സംഭവം ഉണ്ടായിരിക്കുന്നു.
അത് ആളിപ്പടർന്നുകൊണ്ട് ഒരു അക്രമ രാഷ്ട്രീയത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അവിടെ അക്രമം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പോലീസ് വിവരം ഞാൻ പോലീസ് സ്റ്റേഷനിൽ. അനധികൃത പാർക്കിംഗ് തടയാൻ നടപടിയില്ല. ബത്തേരി ടൗണിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷം. ടൗണിൽ ദേശീയപാതയുടെ ഇരുവശങ്ങളിലും അനധികൃതമായി നടത്തുന്ന വാഹന പാർക്കിംഗാണ് ഗതാഗതക്കുരുക്കിന് കാരണമാകുന്നത്. അനധികൃത പാർക്കിംഗ് തടയാൻ നടപടി വേണമെന്ന് ആവശ്യം. യാതൊരു മാനദണ്ഡവുമില്ലാതെ ടൗണിൽ പാതയോരത്ത് നടത്തുന്ന വാഹന പാർക്കിംഗാണ് ഗതാഗതക്കുരുക്കിന് പ്രധാന കാരണം. ടൗണിൽ അസംഷൻ ജംഗ്ഷൻ മുതൽ ചുങ്കം വരെയുള്ള ഭാഗത്താണ് രൂക്ഷമായ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നത്. രാവിലെ 9 മണി മുതൽ 11 മണി വരെയും വൈകിട്ട് 3:30 മുതൽ 6 മണി വരെയും അതിരൂക്ഷമായ ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെടുന്നത്. ദേശീയപാതയുടെ ഇരുവശങ്ങളിലും രാവിലെ മുതൽ വൈകിട്ട് വരെ നിയമം ലംഘിച്ച് നടത്തുന്ന പാർക്കിംഗാണ് ഇതിന് കാരണം. നിലവിൽ ചുള്ളിയോട് റോഡ് നവീകരണത്തിന്റെ ഭാഗമായി അടച്ചതോടെ വലുതും ചെറുതുമായ എല്ലാ വാഹനങ്ങളും ദേശീയപാത വഴിയാണ് ഇപ്പോൾ കടന്നുപോകുന്നത്. ഇതോടെ ഗതാഗതക്കുരുക്ക് ഏറുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ അടിയന്തരമായി ടൗണിലെ അനധികൃത പാർക്കിംഗ് തടയണമെന്നാണ് ആവശ്യമുയരുന്നത്. ചുള്ളിയോട് റോഡ് പുനർനിർമ്മിക്കുന്നതിനാൽ അവിടെ ബ്ലോക്കായതിന് കാരണം നാഷണൽ ഹൈവേ കൂടിയാണ് മറ്റുള്ള വാഹനങ്ങൾ മൊത്തം പോകുന്നത്. സ്വകാര്യ വ്യക്തികളുടെ വാഹനങ്ങൾ ഇരു സൈഡുകളിലും പാർക്ക് ചെയ്തിട്ട് മൊത്തമായിട്ട് ഇവിടെ ബ്ലോക്കായി നിൽക്കുകയാണ്. സ്വകാര്യ വ്യക്തികളുടെ വാഹനങ്ങൾ, കാറുകൾ, ബൈക്കുകൾ മൊത്തം ഈ നാഷണൽ ഹൈവേയിൽ നിന്ന് മാറ്റി കൊടുക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഗതാഗതത്തിന് പൂർണ്ണമായിട്ടും ഒരു ശാശ്വത പരിഹാരം കാണാൻ പറ്റുന്നതായിരിക്കും. വയനാട് ന്യൂസ്, ബത്തേരി. പൊതുമേഖലയിൽ ഒരൊറ്റ അംഗീകൃത അറവുശാല പോലുമില്ലാത്ത വയനാട്ടിൽ ഇറച്ചിക്കടകളിൽ വിൽപ്പനയ്ക്കെത്തുന്നത് ടൺ കണക്കിന് ഇറച്ചി. ആടും പന്നിയും പോത്തും മൂരിയും ഇറച്ചിയായി കടയിലെത്തുന്നതും വിറ്റഴിക്കുന്നതും ഒരു നിയമവ്യവസ്ഥയും ഇല്ലാത്ത വെള്ളരിക്കാപട്ടണമായി ജില്ലയിലെ മാംസവ്യാപാര വിപണി മാറി. അശാസ്ത്രീയമായ മലിന സാഹചര്യത്തിൽ മാടുകളെ കൊല്ലുന്നതും അതുപോലെ മാർക്കറ്റിൽ വിറ്റഴിക്കുന്നതും എങ്ങനെ നിയന്ത്രിക്കണമെന്നറിയാതെ ഇരുട്ടിൽ തപ്പുകയാണ് പ്രാദേശിക ഭരണകൂടങ്ങളും ഭക്ഷ്യസുരക്ഷാ വകുപ്പും. വയനാട്ടിൽ മാത്രമല്ല, സംസ്ഥാനത്ത് ഒരു ജില്ലയിലും സുരക്ഷിതമായി ഇറച്ചി ലഭ്യമാക്കാൻ ഒരു സംവിധാനവും ഇല്ലെന്നാണ് അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞത്. നെന്മേനി പഞ്ചായത്ത് മലവയൽ മഞ്ഞാടിയിൽ പ്രവർത്തിക്കുന്ന ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ മാംസ സംസ്കരണശാലയ്ക്ക് മാത്രമാണ് ലൈസൻസുള്ള സ്ലോട്ടർ ഹൌസ് ഉള്ളത്. ബ്രഹ്മഗിരി ശാസ്ത്രീയമായി തയ്യാറാക്കുന്ന മാംസം അവരുടെ ഔട്ട്ലെറ്റുകൾ വഴിയല്ലാതെ മറ്റിറച്ചി വ്യാപാരികൾക്ക് നൽകുന്നില്ല. ഭക്ഷിക്കാൻ കൊള്ളാവുന്ന ഇറച്ചിയാണോ, രോഗം ബാധിച്ചതാണോ, പഴകിയതാണോ, കേടുവന്നതോ ആയ ഇറച്ചിയാണോ വിറ്റഴിക്കുന്നതെന്ന പരിശോധന മാംസവിപണിയിൽ ഒരു ഘട്ടത്തിലും ഒരു തലത്തിലും ഇല്ലെന്നത് ഇവിടെ ആരെയും ഉത്കണ്ഠപ്പെടുത്തുന്നില്ല. പ്രസവത്തോടെ ചത്തുപോയ ഒരു പശുവിനെ വടുവഞ്ചാലിൽ നിന്ന് 1 മാസം മുൻപ് ഇറച്ചി വിൽപ്പനക്കാർ വാങ്ങിക്കൊണ്ടുപോയി കശാപ്പ് ചെയ്തുവെന്ന ടെലിഫോൺ പരാതി ഈ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് പിറകിലെ ഉത്കണ്ഠയാണ്. കച്ചവട സംഘങ്ങൾ രോഗം ബാധിച്ച കന്നുകാലികളെ ചെക്ക് പോസ്റ്റ് വെട്ടിച്ച് ബേഗൂർ ഗുണ്ടറ വനത്തിലൂടെ സംഘങ്ങളായി വയനാട്ടിലെത്തിച്ച് ഇറച്ചി വിൽപ്പനക്കാർക്ക് നൽകുന്നത് സംബന്ധിച്ച റിപ്പോർട്ട് വയനാട് ന്യൂസ് പുൽപ്പള്ളി ബ്യൂറോ ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നു. വൻ പകർച്ചവ്യാധികളടക്കം പിടിപെട്ട ഉരുക്കളെയും ചാവാറായവയെയും ഇത്തരത്തിൽ വയനാട്ടിലെത്തിക്കുന്നുണ്ടെന്നാണ് വിവരം. മിക്കവാറും നാട്ടിൻപുറങ്ങളിൽ പറമ്പുകളിലും തോട്ടിറമ്പുകളിലും മറ്റും മാടുകളെയും പന്നികളെയും മറ്റും കശാപ്പു ചെയ്ത് വിൽക്കുന്ന പതിവുണ്ട്. ഈ ഇറച്ചി ഉൽപാദനത്തിന്റെ ഒരു ഘട്ടത്തിലും സുരക്ഷാ പരിശോധനയില്ല. ഇറച്ചിക്കടകൾക്ക്, റീറ്റെയിൽ ഷോപ്പുകൾക്ക് നൽകുന്ന സദാ ലൈസൻസ് ഒരു മാനദണ്ഡവുമില്ലാതെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ നൽകുകയാണ്. ഡേഞ്ചറസ് ആൻഡ് ഒഫൻസീവ് മെറ്റീരിയൽ കൈകാര്യം ചെയ്യുന്നതിന് D&O ലൈസൻസ് ആവശ്യമാണ്. ഇത് നാട്ടിലുടനീളവും തെരുവുകൾ തോറും കാണുന്ന ഇറച്ചിക്കടകളിൽ ആർക്ക് നൽകിയിട്ടുണ്ടെന്ന് സമാധാനം പറയേണ്ടത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളാണ്. ഇറച്ചി വിൽക്കാൻ റീറ്റെയിൽ ഷോപ്പ് ലൈസൻസിന് ഫീ ഈടാക്കുന്നവർ ഈ കടകൾക്ക് ഇറച്ചി എങ്ങനെ ലഭിക്കുന്നു എന്ന് അന്വേഷിക്കുന്നില്ല. വിറ്റഴിക്കുന്നത് മനുഷ്യഭക്ഷ്യയോഗ്യമായ മാംസം തന്നെയാണോ എന്ന പരിശോധന ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ നടത്തുന്നതായി റിപ്പോർട്ടില്ല. അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് സുനാമി ഇറച്ചി കടത്തിക്കൊണ്ടുവന്ന് കേരളത്തിന്റെ മാംസാർത്തി ശമിപ്പിച്ച് ഇറച്ചിക്കട ലോബികൾ കൊള്ളലാഭം കൊയ്യുന്നതും മാധ്യമങ്ങളിൽ വൻ വാർത്തയാണ്. പഫ്സും മറ്റും ഉണ്ടാക്കാനും ചില്ലിയായി തന്നെ വിളമ്പാനും ചില ഹോട്ടലുകാർ ഫുട്പാത്തിലെ രാത്രി വ്യാപാരികളും മറ്റും സുനാമി ഇറച്ചി ഉപയോഗിച്ചത് വലിയ വിവാദമായിരുന്നു. ഇതിനിടെയാണ് കർണാടകയിൽ നിന്നും മറ്റും രോഗം ബാധിച്ചതും ചാവാളികളുമായ കാലികളെ വയനാട്ടിലും ഇറച്ചി വിപണിയിൽ എത്തിക്കുന്നതായി റിപ്പോർട്ട് വന്നത്. ചീഞ്ഞതും പുഴുത്തതുമല്ലാത്ത ഇറച്ചി ഭക്ഷിക്കാനുള്ള സാധാരണക്കാരുടെ അവകാശത്തെ ചവിട്ടിയരയ്ക്കുന്നവർക്കെതിരെ ആര് നടപടിയെടുക്കുമെന്നതാണ് പ്രശ്നം. ന്യൂസ് ടീം, വയനാട് ന്യൂസ്. ജില്ലയിൽ ഇതുവരെ വേനൽമഴ ലഭിക്കാത്ത മൂടക്കൊല്ലി കൂടല്ലൂർ പ്രദേശത്ത് 100ഓളം കുടുംബങ്ങൾ കുടിവെള്ളത്തിന് നെട്ടോട്ടമോടുന്നു. കിയോസ്കുകൾ നോക്കുകുത്തിയായി നിൽക്കുകയാണ്. കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണാൻ പഞ്ചായത്ത് ഫലപ്രദമായി ഒന്നും ചെയ്തില്ലെന്ന ആക്ഷേപം വ്യാപകമാണ്. പൂതാടി പഞ്ചായത്തിൽ ആദിവാസികളടക്കം 100ഓളം കുടുംബങ്ങളാണ് കുടിവെള്ളം കിട്ടാതെ കടുത്ത ദുരിതമനുഭവിക്കുന്നത്. മൂടക്കൊല്ലി കൂടല്ലൂർ പ്രദേശത്ത് ഇതുവരെ വേനൽമഴ ലഭിച്ചിട്ടില്ല. കൊമ്പഞ്ചേരി ഉൾവനങ്ങളിൽ നിന്ന് പുനരധിവസിപ്പിച്ച നായ്ക്ക് വിഭാഗങ്ങളടക്കമുള്ളവരാണ് ഈ പ്രദേശത്ത് താമസിക്കുന്നത്. സമീപത്തെ കിണറുകളും കുഴൽക്കിണറുകളും തോടുകളും വറ്റി. ചില സ്ഥലങ്ങളിൽ വെള്ളത്തിന് വേണ്ടി ഒറ്റപ്പെട്ട സംഘർഷവും ഉണ്ടാകുന്നുണ്ടെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള വെള്ളം പോലും ലഭിക്കാത്തതിനാൽ പഞ്ചായത്ത് ഉടൻ പരിഹാരം ഉണ്ടാക്കണമെന്നാണ് ആവശ്യം. സർക്കാർ ഉടമസ്ഥതയിലുള്ള തേക്കുതോട്ടം വലയം ചെയ്തിരിക്കുന്ന പ്രദേശമാണിത്.
തേക്ക് മരങ്ങൾ ചൂട് വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ടെന്നും ഇവർ പറയുന്നു. കുടിവെള്ള പ്രശ്നത്തിന് അധികൃതർ ഇടപെട്ട് ഉടൻ പരിഹാരമുണ്ടാക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. ഇവിടെ ആകെ 2 പ്രാവശ്യം മാത്രമാണ് ലോറിയിൽ വെള്ളം എത്തിച്ചു കൊടുത്തതെന്ന് നാട്ടുകാർ പറഞ്ഞു. നിങ്ങളിപ്പോൾ എങ്ങനെ വെള്ളം കിട്ടുന്നത്? ഞങ്ങൾ ആ കിണറ്റിൽ രാവിലെ പോയാൽ ഇച്ചിരി വെള്ളമുണ്ട്. ഇവിടെ ഒരു കിണറുണ്ട് ഞങ്ങളുടെ അടുത്ത് കോളനിയിൽ തന്നെ. അത് വെള്ളം വറ്റി. പിന്നെ ജലനിധി വെള്ളം 2 പാത്രത്തിൽ കിട്ടും രാവിലെ. അതുകൊണ്ട് മതിയോ ഞങ്ങൾക്ക് കുളിക്കാനും ഒക്കെ? അവിടെ വെള്ളത്തിന് എല്ലാവരും കുളിക്കാൻ വരുമല്ലേ, അപ്പൊ വെള്ളവും ഇല്ല. ബാക്കിയുള്ളവർക്ക് കുടിക്കാണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയും. എല്ലാവരും അവിടെ തന്നെയല്ലേ കുടിക്കാൻ പോണതും. കുടിക്കാണ്ടെന്ന് പറയാൻ പറ്റൂലല്ലോ. ഷാജി, വയനാട് ന്യൂസ്, വാഗേരി. ബത്തേരി ചേരമ്പാടി റോഡ് നവീകരണ പ്രവൃത്തികൾ അന്തിമഘട്ടത്തിൽ 4 കോടി രൂപ ചിലവഴിച്ചാണ് നവീകരണം നടക്കുന്നത്. നവീകരണത്തിന്റെ ഭാഗമായി ട്രാഫിക് ജംഗ്ഷൻ മുതൽ ഗാന്ധി ജംഗ്ഷൻ വരെ ഇന്റർലോക്ക് പതിക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ നടക്കുന്നത്. 4 കോടി രൂപ ചെലവഴിച്ചാണ് പൊതുമരാമത്ത് വകുപ്പ് റോഡ് നവീകരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ബത്തേരി ട്രാഫിക് ജംഗ്ഷൻ മുതൽ അമ്മായിപ്പാലം മലങ്കര വരെയുള്ള 3 കിലോമീറ്റർ ദൂരമാണ് വീതി കൂട്ടി നവീകരിക്കുന്നതും. ഗാന്ധി ജംഗ്ഷൻ മുതൽ മലങ്കര വരെയുള്ള ഭാഗം വീതി കൂട്ടി ടാറിംഗ് പ്രവൃത്തി ഏതാണ്ട് പൂർത്തിയായി. ലെവലൈസ്ഡ് ടാറിംഗ് ആണ് ഈ ഭാഗത്ത് നടത്തുന്നത്. നിലവിൽ ട്രാഫിക് ജംഗ്ഷൻ മുതൽ ഗാന്ധി ജംഗ്ഷൻ വരെയുള്ള 230 മീറ്റർ ദൂരം ഇന്റർലോക്ക് പതിപ്പിക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ നടക്കുന്നത്. പഴയ ബസ് സ്റ്റാൻഡിലേക്ക് ബസ്സുകൾ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ഭാഗങ്ങളിലും ഗാന്ധി ജംഗ്ഷനിലും എപ്പോഴും റോഡ് പൊളിഞ്ഞ് വൻ ഗർത്തങ്ങൾ രൂപപ്പെടുന്നതും പതിവാണ്. ഈ സാഹചര്യത്തിൽ ഇവിടെ ഇന്റർലോക്ക് പതിക്കുന്നതോടെ ഇതിനൊരു പരിഹാരമാവും. ഒരാഴ്ചയ്ക്കുള്ളിൽ പ്രവൃത്തി പൂർത്തീകരിച്ച് റോഡ് തുറക്കാനുള്ള ശ്രമത്തിലാണ് അധികൃതർ. വയനാട് ന്യൂസ്, ബത്തേരി. സുൽത്താൻ ബത്തേരി സർവീസ് സഹകരണ ബാങ്കിൽ 2016 മാർച്ചിൽ നടത്തിയ നിയമനങ്ങളിൽ അഴിമതി ആരോപിച്ച് NCP നേതാവ് KK രാജൻ നൽകിയ പരാതി തലശ്ശേരി എൻക്വയറി കമ്മീഷൻ ആൻഡ് സ്പെഷ്യൽ ജഡ്ജ് ഫയലിൽ സ്വീകരിച്ച് വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടതായി NCP ബത്തേരി ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ സാഹചര്യത്തിൽ ബാങ്ക് ഭരണസമിതി രാജിവെക്കണമെന്നും അല്ലാത്തപക്ഷം ബാങ്കിന് മുന്നിൽ ശക്തമായ സമരപരിപാടികൾ സമാനമനസ്കരായ മറ്റു പ്രസ്ഥാനക്കാരെ ഉൾപ്പെടുത്തി സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ആന്റി കറപ്ഷൻ ആൻഡ് സ്പെഷ്യൽ ജഡ്ജ് മുമ്പാകെ ഞാനൊരു പരാതി കൊടുക്കുകയും അത് കോടതി പ്രഥമ ദൃഷ്ട്യാ കേസുണ്ട് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ 28/3/2017 വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തിരിക്കുകയാണ്. പനമരം ജനമൈത്രി പോലീസിന്റെ ആഭിമുഖ്യത്തിൽ ഡ്രൈവർമാർക്ക് ട്രാഫിക് ബോധവൽക്കരണ ക്ലാസ് നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസി തോമസ് ഉദ്ഘാടനം ചെയ്തു. മീനങ്ങാടി CI പളനി അധ്യക്ഷനായിരുന്നു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജുൽന ഉസ്മാൻ, MA ചാക്കോ, വിജയ കോളേജ് പ്രിൻസിപ്പാൾ മധു മാസ്റ്റർ, SI വിനോദ് വലിയാറ്റൂർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഏറ്റവും നല്ല ഡ്രൈവറായി മനോജ് കുമാറിനെ തിരഞ്ഞെടുത്തു. പോളിയോ തുള്ളിമരുന്ന് വിതരണം 2ാം ഘട്ടം നാളെ. ജില്ലാതല ഉദ്ഘാടനം രാവിലെ 8-ന് മാനന്തവാടിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് T ഉഷാകുമാരി നിർവഹിക്കും. 66,932 കുട്ടികൾക്ക് മരുന്ന് വിതരണം ചെയ്യാൻ 886 ബൂത്തുകൾ. ഇതര സംസ്ഥാനക്കാരായ 201 കുട്ടികൾക്കും തുള്ളിമരുന്ന് നൽകും. ജില്ലയിലെ 5 വയസ്സിന് താഴെ പ്രായമുള്ള 66,932 കുട്ടികൾക്ക് തുള്ളിമരുന്ന് നൽകാനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ R വിവേക് കുമാർ, ആരോഗ്യ കേരളം DPM ഡോക്ടർ B അഭിലാഷ്, ജൂനിയർ അഡ്മിനിസ്ട്രേറ്റീവ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ P ദിനേഷ് എന്നിവർ അറിയിച്ചു. 1987 ഏകദേശം 28,757 കേസുകൾ ഉണ്ടായിരുന്നത്. ഇത്തരം പോളിയോ നിർമ്മാർജ്ജന കുത്തിവയ്പ് പരിപാടികളിലൂടെയാണ് 1995 ആയപ്പോഴേക്കും 3,265 കേസും 2010 ഏകദേശം 42 കേസുകളും 2011 1 കേസായിട്ട് കുറച്ചു. അപ്പം ഇപ്പം 6 വർഷമായിട്ട് യാതൊരു കേസും ഇല്ല. പക്ഷേ പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും പോളിയോ കേസുകൾ തൊട്ടടുത്ത അയൽരാജ്യത്ത് റിപ്പോർട്ട് ചെയ്യുന്ന സാധ്യത കൊണ്ടാണ് നമ്മളിപ്പോഴും പൾസ് പോളിയോ പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനായി 886 ബൂത്തുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. വൈകിട്ട് 5 വരെ ബൂത്തുകൾ പ്രവർത്തിക്കും. ഇതര സംസ്ഥാനക്കാരായ 201 കുട്ടികൾക്കും തുള്ളിമരുന്ന് നൽകും. ജില്ലാ അതിർത്തിയിലും ബസ് സ്റ്റാൻഡുകളിലും തുടർച്ചയായി 3 ദിവസങ്ങളിൽ രാവിലെ 8 മുതൽ രാത്രി 8 വരെ ട്രാൻസിസ്റ്റ് ബൂത്തുകൾ പ്രവർത്തിക്കും. ഇതിനായി 35 കേന്ദ്രങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. യാത്രയിലായിരിക്കുന്ന കുട്ടികൾക്ക് തുള്ളിമരുന്ന് നൽകാൻ 15 മൊബൈൽ യൂണിറ്റുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. വനത്തിനുള്ളിലെ കോളനികളിൽ, വനാതിർത്തികളിലെ ജനവാസ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലെ കുട്ടികൾക്ക് തുള്ളിമരുന്ന് നൽകാൻ വനം വകുപ്പ്, ട്രൈബൽ വകുപ്പ്, സന്നദ്ധ സംഘടനകൾ എന്നിവരുടെ സഹകരണത്തോടെ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. വയനാട് ന്യൂസ്, കൽപ്പറ്റ. 13 വർഷമായി കുപ്പാടി ഗവൺമെന്റ് UP സ്കൂളിലെ ഹെഡ് മിസ്ട്രസായി സേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന കസ്തൂരിഭായ് ടീച്ചർക്ക് യാത്രയയപ്പും സ്കൂൾ വാർഷികവും സംഘടിപ്പിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ പരിപാടി IC ബാലകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. ബത്തേരി മുനിസിപ്പാലിറ്റി ചെയർമാൻ CK സഹദേവൻ അധ്യക്ഷനായിരുന്നു. ചടങ്ങിൽ സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് കൂടിയായ കസ്തൂരിഭായ് ടീച്ചറെ നഗരസഭ വൈസ് ചെയർപേഴ്സൺ ജിഷ ഷാജി ആദരിച്ചു.
ബത്തേരി മലങ്കര സുറിയാനി കത്തോലിക്ക രൂപതയുടെ നേതൃത്വത്തിൽ വയനാട്ടിലെ കത്തോലിക്ക സഭാ കൂട്ടായ്മകളുടെ 6ാമത് വയനാട് ബൈബിൾ കൺവെൻഷൻ ഈ മാസം 2 മുതൽ 5 വരെ ബത്തേരി സെന്റ് തോമസ് മലങ്കര കത്തീഡ്രൽ ദേവാലയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ ബത്തേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നാളെ രാവിലെ 10 മണിക്ക് തിരുവല്ല അതിരൂപത സഹായ മെത്രാൻ ഡോക്ടർ ഫിലിപ്പോസ് മാർ സ്തെഫാനോസ് ഉദ്ഘാടനം ചെയ്യും. ബംഗളൂരു റിന്യൂവൽ റിട്രീറ്റ് സെന്ററിന്റെ നേതൃത്വത്തിലാണ് കൺവെൻഷൻ നടക്കുകയെന്നും കൺവെൻഷനിൽ പങ്കെടുക്കുന്നവർക്കായി യാത്രാ സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു. ബത്തേരി രൂപതയുടെ നേതൃത്വത്തിൽ വയനാട്ടിലെ മുഴുവൻ കത്തോലിക്ക സഭാ കൂട്ടായ്മകളും ഒരുമിച്ച് ചേർന്ന് ഈ മാസം 2, 3, 4, 5 തീയതികളിൽ നമ്മുടെ പുതുതായി പണികഴിപ്പിച്ച സെന്റ് തോമസ് മലങ്കര കത്തീഡ്രൽ ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെടുകയാണ്. നാളെ ഞായറാഴ്ച രാവിലെ 8 മണിക്ക് പ്രഭാത പ്രാർത്ഥനയോട് ചേർന്ന് തിരുവല്ല അതിരൂപതയുടെ സഹായ മെത്രാൻ ഡോക്ടർ ഫിലിപ്പോസ് മാർ സ്തെഫാനോസ് പിതാവിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ കൽപ്പറ്റ ബത്തേരി മേഖല ഇടവകളിലെ എല്ലാ വൈദികരും ഒരുമിച്ച് ചേർന്ന് വിശുദ്ധ ബലിയർപ്പിക്കുകയും തിരുനെല്ലി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ പ്രതിഷ്ഠാദിനം, വിഷു ഉത്സവം, ഭാഗവത സപ്താഹം എന്നിവ വിപുലമായ ചടങ്ങുകളോടെ ഏപ്രിൽ 4 മുതൽ ആഘോഷിക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ മാനന്തവാടിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തിരുനെല്ലി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ പ്രതിഷ്ഠാദിനം, വിഷു ഉത്സവ ആഘോഷം, ഭാഗവത സപ്താഹം എന്നിവ വിപുലമായ ചടങ്ങുകളോടെ ആഘോഷിക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ മാനന്തവാടിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഏപ്രിൽ 4 മുതൽ ശ്രീമദ് ഭാഗവത സപ്താഹവും 11 മുതൽ 14 വരെ വിഷു ഉത്സവ ആഘോഷവും നടക്കും. ഏപ്രിൽ 4 വൈകുന്നേരം 6:30 ക്ഷേത്രം മേൽശാന്തി EN കൃഷ്ണൻ നമ്പൂതിരി യജ്ഞദീപം തെളിയിക്കുന്നതോടെ ഭാഗവത സപ്താഹത്തിന് തുടക്കമാകും. തുടർന്നുള്ള ദിവസങ്ങളിൽ വരാഹ അവതാരം, നരസിംഹ അവതാരം, ശ്രീകൃഷ്ണ അവതാരം, ഗോവർദ്ധന പൂജ, രുക്മിണി സ്വയംവര ഘോഷയാത്ര, വിദ്യാഗോപാല മന്ത്രാർച്ചന എന്നിവ നടക്കും. ഏപ്രിൽ 11 മുതൽ നടക്കുന്ന വിഷു ഉത്സവ ആഘോഷ ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി തെക്കിനിയടുത്ത് തരണനെല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിക്കും. 14 പുലർച്ചെ 5 മണിക്ക് നടക്കുന്ന വിഷുക്കണിയോടെ ആഘോഷ പരിപാടികൾ സമാപിക്കും. 7 ദിവസത്തെ സപ്താഹത്തിന് ശേഷം 12-ാം തീയതി മുതൽ 11-ാം തീയതി വരെയുള്ള സപ്താഹത്തിന് ശേഷം 12-ാം തീയതി മുതൽ ഉത്സവത്തിന് വിഷു ഉത്സവം തുടങ്ങി. വാർത്താ സമ്മേളനത്തിൽ VK വാസുദേവൻ ഉണ്ണി, KC സദാനന്ദൻ, T സന്തോഷ് കുമാർ, M നാരായണൻ, MK പ്രേമചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. വയനാട് ന്യൂസ്, മാനന്തവാടി. ഇടക്കൽ ഗുഹയിൽ സന്ദർശന സമയം ദീർഘിപ്പിച്ചു. ഇന്നു മുതൽ രാവിലെ 8 മുതൽ വൈകുന്നേരം 4 വരെ സന്ദർശകർക്ക് പ്രവേശനം അനുവദിക്കും. IC ബാലകൃഷ്ണൻ MLA അധ്യക്ഷതയിൽ ചേർന്ന ഇടക്കൽ ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റ് കൗൺസിൽ യോഗമാണ് തീരുമാനമെടുത്തത്. സന്ദർശകരുടെ തിരക്ക് പരിഗണിച്ചാണ് സമയം നീട്ടിയതെന്ന് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. അവസാനമായി പ്രധാന വാർത്തകൾ വീണ്ടും. വയനാട് അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ പരിശോധനയില്ല. പെർമിറ്റില്ലാതെ രാത്രികാലങ്ങളിൽ സർവീസ് നടത്തുന്ന ബസ്സുകളടക്കം വാഹനങ്ങളിൽ കഞ്ചാവും കുഴൽപ്പണവും കടത്തുന്നതായി പരാതി. വയനാട് ന്യൂസ് എക്സ്ക്ലൂസീവ്. ജില്ലയിൽ 10 ബിയർ വൈൻ പാർലറുകളും 13 കള്ളുഷാപ്പുകളും നാളെ മുതൽ പ്രവർത്തിക്കില്ല. വന്യമൃഗശല്യത്തിന് പരിഹാരമില്ല. വൈൽഡ് ലൈഫ് വാർഡൻ ഓഫീസിന് മുന്നിൽ പൂതാടി പഞ്ചായത്ത് അംഗം അനിശ്ചിതകാല സമരം തുടങ്ങി. ക്യാമറ ട്രാപ്പിലെ ചിത്രങ്ങൾ ഉദ്യോഗസ്ഥർ പരസ്യപ്പെടുത്തരുതെന്ന് നിർദ്ദേശം. ബത്തേരിയിൽ CI ഓഫീസിലേക്ക് BJP മാർച്ച്. CI അപമര്യാദയായി പെരുമാറിയെന്ന് ആക്ഷേപം. പൊതുമേഖലയിൽ ഒറ്റ അംഗീകൃത അറവുശാല പോലുമില്ലാത്ത വയനാട്ടിൽ ഇറച്ചിക്കടകളിൽ വിൽപ്പനയ്ക്കെത്തുന്നത് ടൺ കണക്കിന് മാട്ടിറച്ചി. മാംസവ്യാപാരം ജില്ലയിൽ നിയമങ്ങളും പരിശോധനകളും ബാധകമല്ലാതെ. വയനാട് ന്യൂസ് അന്വേഷണം. മൂടക്കൊല്ലി, കൂടല്ലൂർ പ്രദേശങ്ങളിൽ കുടിവെള്ളമില്ലാതെ 100ഓളം കുടുംബങ്ങൾ. പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം 2ാം ഘട്ടം നാളെ. 66,932 കുട്ടികൾക്ക് തുള്ളിമരുന്ന് നൽകാൻ ഒരുക്കങ്ങളായി. ഇതോടെ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.